വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ നിർമ്മാണം വൈകുന്നു. തറക്കല്ലിടൽ കഴിഞ്ഞ് ഒരു മാസമായിട്ടും ഭവന പദ്ധതിക്ക് നിർമ്മാണാനുമതി തേടിയുള്ള അപേക്ഷ പോലും കോൺഗ്രസ് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല. ഇതോടെ വീട് നിർമ്മാണത്തിന്റെ പേരിൽ കോൺഗ്രസ് ആഘോഷപൂർവ്വം നടത്തിയ തറക്കല്ലിടൽ ചടങ്ങ് തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നു എന്ന വിമർശനം ശക്തമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാതെ വന്നതോടെയാണ് വിമർശനങ്ങൾ ഉയർന്നത്. തുടർന്ന് ഒരു മാസം മുൻപ് തറക്കല്ലിട്ടു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാക്ക് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. വീണ്ടും വിമർശനങ്ങൾ ഉയർന്നതോടെ സ്ഥലം സ്റ്റീൽ ഷീറ്റ് ഉപയോഗിച്ച് മറച്ചു തുടങ്ങി. ഈ ദൃശ്യം കാണുമ്പോൾ പണി തുടങ്ങിയെന്ന് കരുതേണ്ട. UDF ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്തിലാണ് കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതിക്കായുള്ള സ്ഥലം ഏറ്റെടുത്തത്. എന്നാൽ നിർമ്മാണം നടത്തുന്നതിന് പഞ്ചായത്തിന്റെ അനുമതി നേടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല. ഭവന നിർമ്മാണ പദ്ധതി വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണം ഏറ്റെടുത്ത നിർമ്മാണ കൺസ്ട്രക്ഷൻ കമ്പനിയെ കരാർ ഏൽപ്പിച്ചുവെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നിലവിൽ വീട് നിർമ്മാണത്തിനായി 3.25 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 100 പേർക്ക് വീട് നൽകും എന്നായിരുന്നു വാഗ്ദാനം. വരുന്ന ഓഗസ്റ്റ് മാസത്തിനകം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി 50 വീടുകൾ കൈമാറുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ വാഗ്ദാനമനുസരിച്ച് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച 50 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം പോലും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഏറ്റെടുത്ത 3.25 ഏക്കർ ഭൂമിയിൽ 50 വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നത് പ്രായോഗികമല്ല. പദ്ധതിക്കായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച പണം എവിടെയെന്നാണ് ഇടതുപക്ഷത്തിന്റെ ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊന്നാണ് വയനാട് ദുരന്തബാധിതർക്കായി ഒരുക്കുന്ന കോൺഗ്രസ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കരാർ നൽകി എന്നതൊഴിച്ചാൽ മറ്റു കാര്യമായ നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടുമില്ല. സംസ്ഥാന തലത്തിലുള്ള നേതാക്കളോ ജില്ലാതല നേതാക്കളോ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടിയും നൽകുന്നില്ല. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.